ഉത്തരേന്ത്യയിലെ സ്ഥിതി മറ്റൊന്നാണ്. അതിശക്തമായ ചൂടാണ്, ഉഷ്ണതരംഗമാണ്. അത് ശക്തമാവുകയാണ്. മരണനിരക്കും അതിനനുസരിച്ച് കൂടുന്നുണ്ട് എന്നുള്ളതാണ് അവസ്ഥ. അപ്പോൾ ഇതുമായി ഇപ്പോൾ ജൂൺ 11 മുതൽ 19 വരെ, അതായത് ഇപ്പോൾ ആ അവസ്ഥയിൽ കടന്നു പോവുകയാണ്. ഉഷ്ണതരംഗത്തിൽ റോഡിൽ കഴിയുന്ന 192 പേർ മരിച്ചതായി സെൻറ്റർ ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് പറയപ്പെടുന്നു എന്ന് അവർ പറയുന്നത് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ കടന്നു പോകുന്ന ഈ കാലത്ത് അവിടുത്തെ ഒരു മരണനിരക്കുമായി ബന്ധപ്പെട്ടൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. ദില്ലിക്ക് പുറമെ ഹരിയാന, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളും ഉഷ്ണതരംഗത്തിൻ്റെ പിടിയിലാണ്. വരുന്ന 5 ദിവസം കൂടി ഉഷ്ണതരംഗം തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ അറിയിപ്പ്. അതുപോലെ ഈ വൈദ്യുത ഉപഭോഗം എന്നുള്ളതും സർവകാല റെക്കോർഡിലേക്ക് എത്തിയിട്ടുണ്ട്. സിബി ഇപ്പോൾ ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, ഗുഡ് മോർണിംഗ്. ചൂടതിൻ്റെ മാരകാവസ്ഥയിലാണല്ലേ? അതെ, ചൂടിൻ്റെ ഏറ്റവും വലിയ മാരകാവസ്ഥയിലാണ്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി വളരെ വലിയ കടുത്ത ചൂടാണ്. പ്രത്യേകിച്ച് 52% മുകളിലൊക്കെയാണ് ഇപ്പോൾ ദില്ലിയിലും നോയിഡയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും ഇന്നിപ്പോൾ രാവിലെ ഒരു ആശ്വാസമുള്ളത്, രാവിലെ ഒരു മഴയ്ക്കുള്ളൊരു ഇരുണ്ട കാലാവസ്ഥയിൽ കാണുന്നുണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഒരുപക്ഷെ മഴ പെയ്യാനുള്ള സാധ്യത ഇന്നിപ്പോൾ രാവിലെ കാണുന്നുണ്ട്. എന്തായാലും ഈ ചൂടിന് ഒട്ടും ശമനം കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ 2 പേർ കൂടി ദില്ലിയിൽ മരിച്ചു. അങ്ങനെ മൊത്തം 7 പേരാണ് 24 മണിക്കൂറോടെ ദില്ലിയിൽ മരിച്ചത്. അതുകൂടാതെ മൊത്തത്തിൽ നോയിഡയിൽ 15 പേര് മരിച്ചു. അങ്ങനെ 10 പേര് മരിച്ചു. അങ്ങനെ 17 പേർ ഈ 2 ദിവസത്തിനുള്ളിൽ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടാതെ 11-ാം തീയതി മുതൽ, ജൂൺ 11 മുതൽ 18-19 വരെ ഏകദേശം 8 ദിവസത്തിനിടയ്ക്ക് 190-ലധികം ആളുകൾ മരിച്ചതായുള്ള റിപ്പോർട്ടുകളും നമുക്ക് പുറത്തു വരുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ വലിയ ചൂടും അതോടൊപ്പം തന്നെ കടുത്ത കുടിവെള്ളക്ഷാമവും എല്ലാം തന്നെയും ദില്ലിയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ നിർജ്ജലീകരണവും കടുത്ത പനിയും ഹീറ്റ് സ്ട്രോക്കും മൂലമൊക്കെ നിരവധി പേരാണ് ഇപ്പോൾ ഓരോ ദിവസവും എല്ലാ ആശുപത്രികളിലും ചികിത്സ തേടുന്ന സാഹചര്യമുള്ളത്. നിലവിൽ 50-ലധികം ആളുകൾ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുണ്ട് എന്നുള്ള ഔദ്യോഗികമായ വിവരങ്ങളും ലഭിക്കുന്നുണ്ട്. ഏതായാലും ചൂട് കടുത്ത് തന്നെ മുന്നോട്ട് പോവുകയാണ്. 2-3 ദിവസം കൂടി വളരെ വലിയ കടുത്ത ചൂടുണ്ടാകുമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കുടിവെള്ളക്ഷാമമാണ്. കുടിവെള്ളക്ഷാമം ഇന്നലെ തന്നെ ദില്ലിയിലെ ജലവിഭവ വകുപ്പ് മന്ത്രി അതിഷി വ്യക്തമാക്കിയത് 28 ലക്ഷം പേർക്ക് കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം മന്ത്രി തന്നെ പറയുകയുണ്ടായി. ഇനിയിപ്പോൾ കേന്ദ്ര സഹായം തേടിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ്. ഇതിൽ കൃത്യമായ ഒരു നിലപാട് കേന്ദ്രം 21-ാം തീയതിക്കകം അറിയിച്ചില്ലെങ്കിൽ നിരാഹാര സമരവുമായി മുന്നോട്ട് പോകുമെന്നും ഈ ദില്ലിയിലെ ജലമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുടിവെള്ളക്ഷാമവും കടുത്ത ചൂടുമെല്ലാം തന്നെയും വളരെ വലിയൊരു ദുസ്സഹമായിരിക്കുകയാണ് ദില്ലിയിലെയും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഈ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഇന്നലെ ഒക്കെ 55 ഡിഗ്രി വരെ ദില്ലി നഗരങ്ങളിൽ പലയിടത്തും ചൂടിൻ്റെ ഈ ഒരു താപനില രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൂടാതെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് ഈ പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികളെയും ഓട്ടോറിക്ഷ തൊഴിലാളികളെയും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതുകൂടാതെ റോഡുകളിലും നിരത്തുകളിലും താമസിക്കുന്ന നിരവധി പേരുണ്ട്. പ്രത്യേകിച്ച് യമുനാ തീരങ്ങളടക്കമെല്ലാം തന്നെയും ഈ റോഡുകളും നിരത്തുകളും എല്ലാം തന്നെയും കുടിൽ കെട്ടി താമസിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെല്ലാം തന്നെയും വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. 60 വയസ്സിന് മുകളിൽ കഴിയുന്നവരാണ് ഏറ്റവും കൂടുതൽ ചികിത്സ തേടിയെത്തുന്നതെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. അങ്ങനെ ഒരു കനത്ത ചൂട് തന്നെയാണുള്ളത്. ഇത് എന്തായാലും ഇന്നലെ ആരോഗ്യമന്ത്രി JP നദ്ദ അടക്കമെല്ലാം തന്നെയും ഒരു പ്രസ്താവന ഇറക്കിയത് ഈ ചൂടിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ വേണ്ട നടപടി സ്വീകരിക്കുന്നെല്ലാം തന്നെയും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ശരത്ത്, ദില്ലിയുടെയും പൊതുവിൽ ഉത്തരേന്ത്യയുടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ സിബി ദില്ലിയിൽ നിന്ന് സൂചിപ്പിച്ചത്.